എല്ലാവർക്കും പ്രഥമ റിഫ്ലക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പവിത്രമായൊരു ദിവസമാണ്. മാനവ നന്മയ്ക്കായിട്ട് ഈ ഭൂമുഖത്തിലേക്ക് ഇറങ്ങി വന്ന മഹാപുരുഷനായിട്ടുള്ള ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയുടെ 70ാം ജന്മദിനം. കഴിഞ്ഞ 45 വർഷത്തിന് മേലെയായി ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും അത് യോഗത്തിലൂടെ, ധ്യാനത്തിലൂടെ, കർമ്മത്തിലൂടെ, ഭക്തിയിലൂടെ പ്രചരിപ്പിക്കുന്ന അതുല്യനായ യോഗിവര്യനാണ് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി. എത്രയോ കോടിക്കണക്കിന് ആളുകൾ ഗുരുദേവന്റെ സന്ദേശം കൊണ്ടും ഗുരുദേവന്റെ ധ്യാനമുറകൾ കൊണ്ടും സുദർശനക്രിയ എന്ന അമൂല്യമായ ജ്ഞാനം കൊണ്ടും ശാന്തിയുടെ, സ്വസ്ഥതയുടെ ആ ഒരു പൂനിലാവ് നിറയുന്ന ആ ഒരു അവസ്ഥ അനുഭവിച്ചു. ഇനിയും തുടരുകയാണ് ഗുരുദേവന്റെ പ്രയാണം. അപ്പോൾ ഈ ഒരു പുണ്യം പേറുന്ന ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഗുരുദേവന്റെ ആ ജ്ഞാനത്തെ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും സ്വയം ഒരു പുതിയൊരു വെളിച്ചമായി മാറിക്കൊണ്ട് മറ്റുള്ളവർക്കും വലിയൊരു സ്വസ്ഥതയുടെ, ഒരു ശാന്തിയുടെ ഒരു പ്രകാശമായി മാറിക്കൊണ്ട് ഒരു സാധൂകരിക്കാൻ, സാക്ഷാത്കരിക്കാൻ മുന്നിട്ടിറങ്ങാം. അതെ, ഗുരുവില്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ നടക്കില്ല. പ്രത്യേകിച്ച് ആധ്യാത്മികതയിൽ ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുരുവേക്കാൾ തത്വമില്ല, ഗുരുവേക്കാൾ തപസ്സുമില്ല, സർവവും നീയേ സദ്ഗുരോ ദീനബന്ധോ, സർവവും നീയേ സദ്ഗുരോ. ആചാര്യനുണ്ട്, ഗുരുവുണ്ട്, സദ്ഗുരുവുണ്ട്. നമ്മളെ പഠിപ്പിക്കുന്നവർ മാസ്റ്റേഴ്സ്, ആചാര്യന്മാരാണ്. അതേപോലെ നമുക്ക് പലതരത്തിലുള്ള അഭ്യാസമുറകൾ പഠിപ്പിക്കുന്നത് ഗുരുക്കന്മാർ. എന്നാൽ സ്വയം ജ്ഞാനമായിട്ട്, ആനന്ദമായിട്ട്, സ്വന്തം സാന്നിധ്യം കൊണ്ട് ആളുകളുടെ അന്തരംഗത്തെ ശുദ്ധീകരിക്കുന്ന സാന്നിധ്യമാണ് സദ്ഗുരുകൾ. അതുപോലെ മഹാഗുരുക്കന്മാര് അനാദികാലം മുതൽ ഈ പുണ്യഭൂമിയിൽ, ഈ ഭാരതഭൂമിയിൽ ഉദയം ചെയ്തിട്ടുണ്ട്. ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയുടെ ഈ പിറന്നാളിൽ നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മയിൽ കൊണ്ടുവരിക ഗുരുദേവ് പഠിപ്പിച്ച സാധനാനുഷ്ഠാനങ്ങൾ, സുദർശനക്രിയ, സഹസമാധി മെഡിറ്റേഷൻ, പത്മസാധന ഉൾപ്പെടെ അനവധി യോഗമുറകൾ അത് പഠിപ്പിക്കുകയും അതേപോലെ സാധനാനുഷ്ഠാനങ്ങളുടെ യാതൊരു വിളംബം കൂടാതെ മുമ്പോട്ട് പോവുകയും നമുക്ക് ഗുരുവിന്റെ വാക്യത്തിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ശരിക്കും ഒരു ശിഷ്യനാണ്, ഭക്തനാണ് നമുക്ക് അവകാശപ്പെടാനേ പറ്റുള്ളൂ. തുമി സാധന, തുമി പ്രേരണ, തുമി സാധന, തുമി പ്രേരണ, തുമി ആരാധന മേരെ ഗുരുദേവ, തുമി ആരാധന മേരെ ഗുരുദേവ, തുമി ആരാധന മേരെ ഗുരുദേവ. അതെ, ഈ ഒരു പ്രയാണം, ഈ ഒരു പ്രയത്നം തന്നെയായിരുന്നു പരമമായിട്ടുള്ള ഗുരുക്കന്മാർക്കുള്ള, ഗുരുദേവനുള്ള നമ്മുടെ പൂജ, നമ്മുടെ അർച്ചന, നമ്മുടെ ഡെവോഷൻ എല്ലാം ആ ഒരു ഭാവത്തിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും ആ മഹാനുഭാവനോടൊപ്പം ചേർന്ന് ലോകത്തെ പുതിയൊരു ശാന്തിയുടെ, സമാധാനത്തിൻ്റെ ഒരു താഴ്വരയാക്കി മാറ്റും, അല്ലേ? തുമി പ്രേമ ഹോ, തുമി കരുണ ഹോ, തുമി പ്രേമ ഹോ, തുമി കരുണ ഹോ, तुमी मोक्ष हो मेरे गुरुदेवा. गुरु मेरे पूजा, गुरु गोविंद, गुरु मेरे पार ब्रह्म, गुरु भगवंत. गुरु मेरे पूजा, गुरु गोविंद, गुरु मेरे पार ब्रह्म, गुरु भगवंत. तुमी शक्ति हो, तुमी भक्ति हो, तुमी मुक्ति हो मेरे गुरुदेवा. तुमी मुक्ति हो मेरे गुरुदेवा, तुमी मुक्ति हो मेरे गुरुदेवा. ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः. श्रीब्रह्मानन्दं परमसुखदं
കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണസഹിതം സദ്ഗുരും തം നമാമി മമ സദ്ഗുരും തം നമാമി. തുമി പ്രേമ ഹോ തുമി കരുണാ ഹോ തുമി മോക്ഷ ഹോ മേരെ ഗുരുദേവ തുമി മോക്ഷ ഹോ മേരെ ഗുരുദേവ. ഗുരു മേരെ പൂജാ ഗുരു ഗോവിന്ദ ഗുരു മേര പാർ ബ്രഹ്മ ഗുരു ഭഗവന്ത. ഗുരു മേരെ പൂജാ ഗുരു ഗോവിന്ദ ഗുരു മേര പാർ ബ്രഹ്മ ഗുരു ഭഗവന്ത. ഓ ഗുരു മേര പാർ ബ്രഹ്മ ഗുരു ഭഗവന്ത. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ നരജന്മം സഫലമാക്കിയിടുവാൻ നരജന്മം സഫലമാക്കിയിടുവാൻ. അപ്പൊ ഏറ്റവും മനോഹരമായ ഒരു ജന്മദിനം ഗുരുദേവന് വീണ്ടും ആശംസിക്കുന്നു. അതേപോലെ നമ്മൾ ഓരോരുത്തർക്കും നേരത്തെ പറഞ്ഞ പോലെ ഗുരുവിന്റെ കൈകൾ പിടിച്ച് നീയും ഒരിക്കലനന്തതയില്ല ലയിച്ചിടും ഈ ലോകത്തിൻ സുന്ദര പുഷ്പം നീയല്ലോ ഈ ലോകത്തിൻ സുന്ദര പുഷ്പം നീയല്ലോ. ഹാപ്പി ബർത്ത്ഡേ ഗുരുദേവ് ഹാപ്പി ബർത്ത്ഡേ ഗുരുദേവ് ഹാപ്പി ബർത്ത്ഡേ ഗുരുദേവ് ഹാപ്പി ബർത്ത്ഡേ ഗുരുദേവ് ഹാപ്പി ബർത്ത്ഡേ ഗുരുദേവ്. കാമാദിസർപ്പ വ്രജകാരുടാഭ്യാം വിവേകവൈരാഗ്യനിധിപ്രദാഭ്യാം ബോധപ്രദാഭ്യാം ധൃതമോക്ഷദാഭ്യാം നമോ നമഃ ശ്രീ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമഃ നമോ നമഃ നമോ നമഃ.